മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നെവിൻ കപ്രീഷ്യസ് ആംബ്രോസ്. കറക്റ്റ് അല്ലേ? അതെ, കറക്റ്റ് ആണ്. താങ്ക് യു നെവിൻ. ഇനി നെവിൻ്റെ പ്രവർത്തന മേഖലകൾ ഞാനിങ്ങനെ പറയാണ്: ആങ്കർ, ഇന്റീരിയർ ഡിസൈനർ, ഫാഷൻ കോറിയോഗ്രാഫർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. കറക്റ്റ് അല്ലേ? അല്ല, ഇനിയുണ്ട്. അതിന് ഒരു ദിവസം മുഴുവൻ വേണം പ്രവർത്തന മേഖല പറയുകയാണെങ്കിൽ അല്ലേ? അതെ അതെ, നമ്മൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഒരു 8 yearsോളം സുംബ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ, ഫാഷൻ കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് ഇപ്പം ഈ റീസെൻ്റ്ലി ആണ് ഞാൻ വന്നുപെട്ടത്. ഇപ്പോൾ സാധാരണഗതിയിൽ നെവിൻ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഗസ്റ്റായിട്ട് ഇരിക്കുകയാണ്, ഇന്റർവ്യൂ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ, അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? സാധാരണ ഈ ചോദ്യം ചോദിക്കപ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, ഈ അതിന് ഉത്തരം കൊടുക്കപ്പം അതെ, നമുക്ക് ചോദ്യം എങ്ങനെ വേണമെങ്കിലും ചോദിക്കല്ലേ. അതായത് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം, പക്ഷെ ആൻസർ കണ്ടുപിടിച്ച് പറയുക എന്നുള്ളതിലാണ് ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോളൂ, കുഴപ്പമില്ല, നോക്കാം. അങ്ങനെയാണെങ്കിൽ ഹോട്ട് സീറ്റിനെ വിളിച്ചാൽ വരും? അയ്യോ വേണ്ട, അതെന്താ? ഒരിക്കലും ഇല്ല. വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറഞ്ഞിട്ട് നോ, അത് ഹോട്ട് സീറ്റ് അല്ലോ. അത് പിന്നെ എന്താണ്? അത് ഹോട്ട് സീറ്റ്. ഇതിങ്ങനെ ഷവായ കറക്കുന്ന പോലെ കറക്കി എടുത്തിട്ട് പപ്പും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന പോലെയാ ഈ ചിക്കൻ. അത് വേണ്ടല്ലേ? ഇപ്പോ നെവിന്റെ ഒരു ലൈഫ് ജേർണി ഉണ്ടല്ലോ. നമ്മൾ പലപ്പോഴും നമ്മളൊരു സക്സസിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരുപാട് കല്ലും മുള്ളും ഒക്കെ ചവിട്ടണം. പക്ഷേ നമ്മൾ സക്സസിൽ എത്തിക്കഴിഞ്ഞ ശേഷവും കുറച്ചുകൂടെ വലിയ കല്ലും മുള്ളും ആയിരിക്കും നമ്മൾ ചവിട്ടേണ്ടി വരുന്നത്. പക്ഷേ നെവിന്റെ ഒരു ലൈഫ് ജേർണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നെവിൻ എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ. നെവിൻ എന്നൊരു സെലിബ്രിറ്റി ഫാഷൻ കോറിയോഗ്രാഫറാണ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഞാൻ ഇൻസ്റ്റാ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല വളരെ ആക്റ്റീവാണ്, എനർജറ്റിക് ആണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ക്യാരക്ടറേറ്റ് കാണുമല്ലോ. ഇതൊന്നും ഇത്തരത്തിലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതൊന്നുമല്ല. അതിന് വർഷങ്ങളുടെ ഒരു ജേണി വേണം. ആ ഒരു ജേണിയെ കുറിച്ച് എന്താണ് നെവിന് തോന്നിയിട്ടുള്ളത്? ഇപ്പം ഇരിക്കുമ്പോൾ ആ ജേണിയെ കുറിച്ച് എന്താണ് നെവിന് തോന്നുന്നത്? എൻ്റെ സോഷ്യൽ മീഡിയയിലേക്ക് കാണാൻ പറ്റും. എൻ്റെ ഫസ്റ്റ് തന്നെ കുറച്ച് ഡ്രോയിങ്സ്, പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ഡാൻസ്, ഫിറ്റ്നസ്, സുംബ കരിയറിലേക്ക് വന്നപ്പോൾ പൊടിക്കൊന്ന് മോഡേൺ. പിന്നെ അതിന് ശേഷമാണ് എൻ്റെ ആ ഓരോ ഫോട്ടോസും കണ്ടാൽ മനസ്സിലാക്കി എത്രത്തോളം ഞാൻ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. ബിക്കോസ് ശരിയാണ്, ഈ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് there are lots of things we have to face. ഞാനങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഐ എം ഫേസിങ്. ഞാൻ എൻ്റെ ജേർണിയിൽ കൂടി ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ മാസ്ക് ഇട്ടിട്ട് നടക്കേണ്ട കാര്യമില്ല ലൈഫിൽ. എന്താണെങ്കിലും കൂടി വന്ന ഒരു 50, 60, 70, 80, 100 വരെ ജീവിക്കുന്ന ഒരു നിർബന്ധമില്ല. ജീവിക്കുന്നവരുണ്ടാവാം. പക്ഷേ ആ ഒരു ലൈഫ് സ്പാനിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് സൊസൈറ്റിക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി അങ്ങനെ ജീവിച്ച് മരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മളുടെ സെൽഫ് ഹാപ്പിനെസ് കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ സക്സസ് എന്ന് ഞാൻ പറയും. നമ്മളുടെ സെൽഫിനെ നമ്മൾ ഹാപ്പി ആക്കുക, മാത്രമല്ല ആരെയും ബോധിപ്പിക്കാതെ മാസ്ക് ഇടാതെ ജീവിക്കുക എന്നുള്ള ആ തീരുമാനം ഉണ്ടല്ലോ. ആ തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് പിന്നിലുള്ള ഒരു ട്രിഗർ ഫാക്ടർ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്ന് അങ്ങനെ ഇപ്പം എന്താ ഞാൻ പറയാം. അതായത് ഇത് ഞാനിപ്പോൾ എന്താ പറയുക, അല്ല, നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമല്ലോ. കാരണം ഇപ്പോൾ ഒരു LGBTQ കമ്മ്യൂണിറ്റിയിൽ അംഗമാവുമ്പോൾ അത് പറയാം. ആര് പറഞ്ഞു LGBT കമ്മ്യൂണിറ്റി? ഐ നെവർ സേ ടു എനിബഡി എൽസ് LGBT. ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. ഓസം ഒരു പോയിന്റാണ്. ഞാൻ പറയാം, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ LGBTQ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന്. ആൻഡ്
ഞാൻ എവിടെയും പറയാതെ ഇരുന്നിട്ടുമില്ല ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ആസ് എ ഹ്യൂമൻ ബീങ് എന്താ പറയാ, എന്റെ ഫ്ലോ അങ്ങോട്ട് പോയി. ഇത് കട്ട് ചെയ്യണം കേട്ടോ, കേട്ടല്ലോ. ഇതെങ്ങാനും ഞാൻ വരുമ്പോഴത്തേക്ക് ഇടാൻ നിൽക്കരുത്. മനുഷ്യരാണ്, ഫ്ലോ അങ്ങോട്ട് പോകും. ഓക്കെ, ഒന്നുകൂടി ചോദിക്കാം. ഞാൻ പറയാം. നല്ല ക്വസ്റ്റ്യൻ ഇതാണ് എനിക്ക് വേണ്ടത്. ഇതാണ് ഞാൻ കാത്തിരുന്ന ക്വസ്റ്റ്യൻ. ചോദിക്കേണ്ട അടുത്ത് ചോദിക്കാം. ഞാൻ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എന്നുള്ള കാര്യം ചോദിക്കാൻ കാരണം, പ്രത്യേകിച്ചും LGBTQ ഭാഗമാകുമ്പോൾ, ഒരു ക്യൂർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോൾ. ഇല്ല LGBTQ കമ്മ്യൂണിറ്റി എന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഡിഡായി? ഇല്ല. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നുണ്ട് എന്ത്, ഞാൻ സ്ത്രീ ആയിട്ടുള്ള ഒരു ഫെമിനിൻ ടച്ച്. ഓഫ് കോഴ്സ് എനിക്കൊരു ഫെമിനിസം ഉണ്ട്, ആൻഡ് ഐ അക്സെപ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഒരാൾ, അതായത് ഒരു ഫെമിനിൻ ടച്ചുള്ള ഒരാൾ അപ്പാടി അങ്ങോട്ടേക്ക് LGBTQ കമ്മ്യൂണിറ്റി ആവണം എന്നില്ല. അവരെ നമ്മൾ ഒരിക്കലും അതേപോലെ എന്താ പറയുക, ഒരു പാർട്ടായിട്ട് നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തരുത് എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഉദാഹരണം, ഞാൻ ഒരു ഫീമെയിൽ ക്യാരക്ടർ ചെയ്യുന്നു, അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും എന്താ പറയുക 10 million, മോർ ദാൻ 10 million അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ വേലക്കാരിനെ തേടിക്കൊണ്ട് ആൾക്കാർ, ഞാനിവിടെ ഫ്രണ്ട് നിന്നാലും ആൾക്കാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ബിക്കോസ് ആ ഒരു ക്യാരക്ടറിന് അത്രയും പെർഫെക്റ്റോടെ എനിക്ക് അത് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് മൈ ടാലന്റ്. ഓക്കെ, അത് ഞാൻ LGBTQ ആയതുകൊണ്ടല്ല. ഓക്കെ, അതെന്റെ ടാലന്റ് ആണ്. എൻ്റെ ടാലന്റിനാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് നമ്മളുടെ ദിലീപ് ഏട്ടൻ, ചാന്തുപൊട്ട്, പിന്നെന്താ ഈ സെയിം ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, എന്തായിരുന്നു, മായാമോഹിനിയുടെ ദിലീപ് ഏട്ടൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ആങ്കർ ചെന്നിട്ട് ദിലീപ് ഏട്ട LGBTQ കമ്മ്യൂണിറ്റി ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അത് സിനിമയിലെ ദ സെയിം തിങ് ഞാൻ ചെയ്തേക്കുന്നത് ഒരു ക്യാരക്ടറാണ്. എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല? ഓക്കെ, അതായത് ഫിലിമിലത്തെ ക്യാരക്ടർ ആണെങ്കിലും ഈവൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ഇറ്റ്സ് എ ടാലന്റ്, ഇറ്റ്സ് കോൾഡ് ടാലന്റ്. അതിനെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്. ആൻഡ് എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടീവ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ പ്രേക്ഷകർ കൊടുക്കാനായിട്ടുള്ളത്, എന്താ പറയുക, നിങ്ങൾ ടാലൻറ്റിനെ ടാലൻ്റായിട്ട് കാണും. ഈവൻ ചിലവർക്ക് ഇപ്പോൾ ഒരു ഫെമിനിൻ ടച്ച് ഇല്ലാത്ത ഒരാൾ മേ ബി അവരൊരു ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടവരായിരിക്കാം. ഓക്കെ, അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല. ഇവൻ ഞാൻ ഇപ്പൊ പറയുന്ന ഒരു രീതിയാണെങ്കിലും നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് അവരുടെ ചോയ്സ് ആണ്. ഞാൻ ഇതിൽ പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. അത് അവരുടെ ചോയ്സാ. ഇപ്പം ആണോ ഇല്ലേ എന്നുള്ളതെല്ലാം അത് ഓൺ ഡിസിഷൻ. അത് ഓൺ ഡിസിഷൻ. ചിലപ്പോൾ ഞാൻ ആയിരിക്കാം, ആവാതിരിക്കാം. അതൊക്കെ ദാറ്റ്സ് മൈ പേഴ്സണൽ. ഇതിപ്പം ഞാൻ എന്താന്ന് അറിഞ്ഞിട്ട് അല്ലല്ലോ ഒരാളുടെ ക്യാരക്ടറിനെ ആണെങ്കിലും ഒരു ടാലന്റിനെ ആണെങ്കിലും ഒരാൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നത്. ഈവൻ അങ്ങനെ ആയിട്ടുള്ളവർ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവരിങ്ങനെയാണ്, അവരങ്ങനെയാണ്, അതിലല്ല. നമ്മൾ ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ, ആ വ്യക്തിയുടെ ടാലന്റ് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് പോയിന്റ് ഇരിക്കുന്നത്. അല്ലാതെ ജെൻഡർ ബേസ്ഡ് എനിക്ക് ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് ജെൻഡർ ബേസ്ഡ് ആയിട്ട്. കാരണം നോട്ട് അബൌട്ട് LGBT, ഈവൻ ഈ ഡാൻസ് ഫിറ്റ്നസ് ഇതിലൊക്കെ ഞാൻ പോകുമ്പോൾ അവിടുത്തെ കമ്മിറ്റിയിലുള്ള ആൾക്കാർ പറയാറുണ്ട്, മെയിൽ ഇൻസ്ട്രക്ടേഴ്സിനെ ഞങ്ങൾ നോക്കുന്നില്ല, ബിക്കോസ് വി ആർ ലുക്കിംഗ് ഫോർ ഫീമെയിൽ ഇൻസ്ട്രക്ടർ. ഓക്കെ, അവർ കഴിവല്ല നോക്കുന്നത്, അവർ ജെൻഡറാണ് എപ്പോഴും നോക്കുന്നത്. ലേഡീസ് അല്ലെങ്കിൽ ഫീമെയിൽ വന്നിട്ട് അവിടെ ഡാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ കൂടും എന്നാണ് അവരുടെ വിചാരം. പക്ഷെ ഐ ആം ഫാർ ബെറ്റർ ദാൻ
ഫീമെയിൽ ഇൻസ്ട്രക്ടർ. നമ്മുടെ ടാലന്റ് തന്നെയാണ് തീർച്ചയായും അവിടെ നോക്കേണ്ടത്. ഇപ്പോൾ ഞാനത് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ ബിഗ് ബോസിൽ റിയാസിലെയും LGBTQ+നെ കുറിച്ച് അദ്ദേഹം വളരെ നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു തന്നത്. പല പല സെക്ഷുവാലിറ്റിയെ കുറിച്ച് റിയാസിലെയും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒറ്റ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അപ്പോൾ നെവിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടോ LGBTQ+A കുറിച്ച്? അതായത് കാരണം നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ധാരണകൾ ഒരു പക്ഷെ തെറ്റായിരിക്കാം. കാരണം നമ്മൾ പലതും പഠിച്ചു വെച്ചിരിക്കുന്നത് അൺലേൺ ചെയ്യേണ്ട ഒരു പ്രോസസ്സും കൂടെയാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നെവിന് ഒരു പക്ഷേ നമ്മളെക്കാളൊക്കെ ഈ ഡിഫറെൻറ്റ് സെക്ഷുവാലിറ്റിയെ കുറിച്ച് നമ്മളെക്കാളൊക്കെ അറിവുണ്ടായിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളും കൂടെ ആയിരിക്കാം. അതുകൊണ്ട് കാരണം അതങ്ങനെ പഠിക്കാനുള്ള കാരണം നമ്മൾ ഈ ജെൻഡർ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ഈ അവഗണനകളും ഡിസ്ക്രിമിനേഷനൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് വാട്ട് ഈസ് സെക്ഷുവാലിറ്റി എന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ നെവിൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ് LGBTQ+A എന്നതിനെക്കുറിച്ച് നെവിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്താണ്? ടു ബി ഓണസ്റ്റ്, നമ്മളുടെ ഞാനിപ്പം പറഞ്ഞു തരുന്നതിനെക്കാട്ടി നന്നായിട്ട് ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരും. ഫസ്റ്റ് ഓഫ് ഓൾ A to Z കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും വായിന്ന് വല്ല വെള്ളി എന്തെങ്കിലും കേട്ട അവസാനം നെവിൻ അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കെതിരെ അങ്ങനെയല്ല. ലൈക്ക് അതൊരു ഹോർമോൺ, മേ ബി അവരുടെ താല്പര്യം, ചിലപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ്, മേ ബി അവർ ജീവിച്ച് വന്ന സാഹചര്യം, അതൊക്കെ കണക്കിലെടുത്തിട്ട് എല്ലാം നമുക്കിങ്ങനെ ഒരു സയൻറ്റിഫിക് അല്ലെങ്കിൽ അവനങ്ങനെ പെണ്ണിനെ പോലെ ലിപ്സ്റ്റിക് ഇട്ടു എന്ന് അങ്ങനെയല്ല ഈ ഹോർമോൺ കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം അത് അവരുടെ ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പം കുറേ അവർ വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഇവോൾവ് ചെയ്തിട്ടും അങ്ങനെ ഉണ്ടാവാം. ഞാനിതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് അത്രയും വലിയ ജ്ഞാനിയൊന്നുമല്ല. എനിവേ, I do support LGBTQ, but I never said that I'm an LGBTQ person because ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത് എൻ്റെ ഉള്ളിൽ ഉള്ള കാര്യമാണ്. ഓക്കെ, ഞാൻ അതാണ് കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പം ഇതിനുള്ള കമന്റ് ചിലപ്പോൾ വരുമായിരിക്കും, നിന്നെ കണ്ടാൽ അറിയാം അത് LGBTQ, നിന്റെ വീഡിയോയിൽ കണ്ടാൽ അറിയാം LGBTQ. പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം, അത്രേ ഉള്ളൂ. അപ്പം അതിനൊരു വലിയൊരു സംഭവമായിട്ട്, അതായത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറ്റി നിർത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് എന്തിനങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യം? അത് അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, ഈവൻ ഫീമെയിൽ, മെയിൽ, ട്രാൻസ്ജെൻഡർ, പിന്നെ എന്താ നോൺ ബൈനറി, ലെസ്ബിയൻ, എന്തിനത്? വി ഓൾ ആർ ഹ്യൂമൻ ബീയിങ്. ഓക്കെ, ഇപ്പം നമ്മൾ ജെൻഡറിന്റെ കാലമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇതിപ്പം കഴിവിന്റെ മാത്രം കാലമാണ്. ഇപ്പം ആണുങ്ങള് എത്രയോ നന്നായിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എത്രയോ സ്ത്രീകൾ അവർ ചെയ്ത സെയിം തിങ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഫാഷൻ ഫീൽഡ്, ബ്യൂട്ടി ഫീൽഡ്, അതില് ഇപ്പോൾ LGBTQ കമ്മ്യൂണിറ്റി അവർ കൊണ്ടുവരുന്ന അച്ചീവ്മെന്റ്സ് ഉണ്ടല്ലോ, ആ അച്ചീവ്മെന്റ്സ് പലപ്പോഴും ഞാൻ അസൂയയോടെ നോക്കി നിന്നിട്ടുണ്ട്. കാരണം അത്രത്തോളം സൗന്ദര്യത്തെക്കുറിച്ചും ഫാഷനെ കുറിച്ചുള്ള അവരുടെ സെൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇപ്പൊ നെവിനെ കാണുമ്പോൾ തന്നെ എന്ത് നല്ല ലുക്കിലാണ് നെവിൻ ഇരിക്കുന്നത്. നല്ല സ്റ്റൈലായിട്ടല്ലേ നെവിൻ ഇരിക്കുന്നത്. ദൈവം എന്തിനാണ് ഇത്രയും സൗന്ദര്യം? നെവിൻ ഇപ്പൊ അല്ല, ഞാൻ ഫാഷൻ കൊറിയോഗ്രാഫർ. ഓക്കെ, അപ്പം ഒരാള് വന്നിരിക്കുമ്പോ ഫാഷൻ കൊറിയോഗ്രാഫർ ആണെന്ന് തോന്നണമല്ലോ. സോ നമ്മുടെ അപ്പിയറൻസിലും അത് നമ്മൾ പറയാതെ തന്നെ പറയണം. ഇപ്പം ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു ജഡ്ജാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വേഷം കെട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇവനാണോ ജഡ്ജ്? ഓക്കെ, അത് ഓരോന്നിനും ഓരോരോ ഒരു സോണുണ്ട്, ഓരോരോ ഫാഷൻ. ചിലപ്പോ ഞാൻ കൂറ വേഷത്തിലൊക്കെ നടക്കുന്ന കാണാൻ പറ്റും. പക്ഷെ ഫാഷൻ സെൻസ് ഉണ്ടെങ്കിൽ ആ കൂറയിലും ഒരു ലുക്ക് കാണും അല്ലേ? നെവിൻ പറഞ്ഞല്ലോ നെവിന്റെ സഹോദരിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സാധാരണ ആംഗളമാരൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യത്തൊന്നുമില്ല, പ്രത്യേകിച്ച് വലുതായി കഴിഞ്ഞാല്. പക്ഷെ എനിക്കത് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആംഗള പെങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞുണ്ടല്ലോ. അപ്പൊ ഈ കുട്ടിക്കാലത്തുണ്ടല്ലോ നെവിൻ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്ത് ഞാൻ വളരെ പൂച്ചനെ പോലെയായിരുന്നു. ലൈക്ക് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും മിണ്ടാതെ അങ്ങോട്ട് കേട്ട് മുക്കിലിരുന്ന് അങ്ങോട്ട് മോങ്ങി തീർക്കും.
പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ല. ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ആദ്യം കൊടുത്തിട്ടേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അതെന്താ പൂച്ചയെ പോലെ ഇങ്ങനെ? കാരണം എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. മേ ബി ആ ഒരു പൂച്ചയുടെ മാനറിസം എൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആറ്റിറ്റ്യൂഡ് ഓഫ് കോഴ്സ് നമ്മളുടെ ഈ ഫാഷൻ ഇൻഡസ്ട്രി തന്നെ ക്യാറ്റ് വാക്ക് പൂച്ചയായിട്ടല്ലേ റിലേറ്റഡ് ആക്കുന്നത്. പൂച്ചയുടെ സ്റ്റൈൽ, പൂച്ചയുടെ ആ ഒരു ആഢ്യത്വം സാധനങ്ങളൊക്കെ. മേ ബി എനിക്ക് ക്യാറ്റ് ലവർ ആയതുകൊണ്ടായിരിക്കും ഞാൻ പൂച്ചേനെ പറ്റിയിട്ട് ഇത്രയൊക്കെ അധികം അങ്ങോട്ടേക്ക് വാചാലനാകുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഫാഷൻ കോറിയോഗ്രാഫർ ആയിട്ട് ചോദിക്കുകയാണ്, നമ്മളിപ്പോ പല കൺവെൻഷൻസും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ വളരെ സ്കിന്നി ആയിട്ടുള്ള വൈറ്റ് സ്കിന്നുള്ള മോഡൽസ് ആയിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ കുറച്ച് തടിച്ച ഇത്തിരി വണ്ണമുള്ള പ്രകൃതക്കാരിയാണ്. ഞാനൊക്കെ റാമ്പ് വാക്ക് ചെയ്ത് എങ്ങനെയായിരിക്കും? ഞാൻ ചില ബ്രാൻഡ്സ് അവരുടേതായിട്ടുള്ള ഒരു ക്രൈറ്റീരിയാസ് വെക്കും. ഫോർ മീ, മൈ പെർസ്പെക്റ്റീവില് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഒരിക്കലും ഒരാളുടെ അടുത്ത് എന്നിട്ട് തടി കുറച്ച് കൂടുതലുണ്ട്, മേ ബി ആ ഒരു സ്കിൻ ടോൺ ഇത് ഓക്കെയാണ്, ഓക്കെ, ഞാനത് പൊതുവെ പറയാറില്ല. ഓക്കെ, ദർ ഈസ് കുറേ മോഡലിംഗ് കാറ്റഗറീസ് ഉണ്ട്, പ്ലസ് സൈസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്നത്തെ ഈ ഒരു കേരളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെളുത്ത് തുടുത്തിട്ടുള്ള എല്ലാവരും നമുക്ക് കാണാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മളുടെ ഇന്ത്യൻ സ്കിൻ ടോൺ എന്ന് പറയുന്നത് തന്നെ ഒരു വീറ്റിഷ് ഡസ്കി സ്കിൻ ടോൺ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫാഷൻ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫാഷൻ കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഞാൻ എന്താണെങ്കിലും ഓൺലി വൈറ്റ് മാത്രമല്ല ചൂസ് ചെയ്യുന്നത്. എൻ്റെ ഈ റീസെൻ്റ്ലി കഴിഞ്ഞ ഫാഷൻ വീക്കിൽ ഐ ചൂസ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് സ്കിൻസ്. അതിന് കറുപ്പ് വെളുപ്പ് ആ സാധനമൊന്നുമില്ല. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടോ, അവർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ, അതാണ് നോക്കുന്നത് അല്ലേ. ഇപ്പോൾ സൗഹൃദങ്ങള്, ഇപ്പം കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ ജാൻമണിയും അഭിഷേകും, ആ ബിഗ് ബോസിൽ അവർ തമ്മിലുണ്ടായ ഒരു സൗഹൃദം ഉണ്ടല്ലോ. ഇപ്പം അഭിഷേകും ജാൻമണിയൊക്കെ ആയിട്ട് നെവിൻ നല്ല ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ തമ്മിലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഫ്രണ്ട്സ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ സൗഹൃദങ്ങള്, ഈ ബന്ധങ്ങള്, നമ്മൾ ഈ ബന്ധങ്ങൾ എന്ന് പറയുമ്പം സൗഹൃദത്തിൽ മാത്രം ഒതുക്കണ്ട, എല്ലാ തരത്തിലുള്ള അച്ഛനും അമ്മയും എല്ലാ ബന്ധങ്ങളാണെങ്കിലും അത് നമുക്ക് പലപ്പോഴും തുടക്കത്തിൽ ഭയങ്കര സന്തോഷം തരും. പക്ഷെ പിന്നെ പോകെ ഈ സൗഹൃദത്തിനെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനകത്ത് ദേഷ്യം വരും, പല വിയോജിപ്പുകളൊക്കെ വരും. പക്ഷെ നമ്മൾ എപ്പോഴും ആ ഒരു സ്നേഹം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കും. ഈ സൗഹൃദങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് അഭിഷേകും ജാൻമണിയുമായിട്ടുള്ള സൗഹൃദം ഉണ്ടല്ലോ, നെവിൻ ആസ് എ പേഴ്സൺ എന്തെല്ലാം മാറ്റങ്ങളാണ് നെവിനിൽ വന്നിട്ടുള്ളത് ഈ സൗഹൃദങ്ങളെ കൊണ്ട്? ഓഫ് കോഴ്സ് എനിക്ക് വന്ന മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പബ്ലിസിറ്റി എനിക്ക് കിട്ടി. പിന്നെ ഞാനൊരു ക്യാരക്ടറിനെ അങ്ങോട്ടേക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചു, വേലക്കാരി. അതെൻ്റെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരുന്നു. എൻ്റെ അഭിഷേക് ആൻഡ് ജാൻമണിയായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് ലൈക്ക് ഞാൻ ആ ഒരു ക്യാരക്ടർ വന്നത്. നമ്മളിങ്ങനെ വെറുതെ ഒരുപാട് ചിന്തിച്ചിട്ടൊന്നും അല്ല, ജസ്റ്റ് അങ്ങനെ വന്നു. പിന്നെ അത് അങ്ങോട്ടേക്ക് സീരിയസ് ആയിട്ട് പോയി. പിന്നെ നമ്മളിപ്പം പറയാറുണ്ടല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റിയടക്കം കല്ലിനും ഉണ്ടാകും സൗരഭ്യം. ഓക്കെ, ഞാൻ ഇതിനും ഇപ്പോൾ സുംബ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ എന്താ പറയുക, ജയസൂര്യ സാർ, പിന്നെ ഹണി റോസ് മാം, അവരൊക്കെ വർക്ക് ചെയ്യുന്ന ജിമ്മിൽ, പിന്നെ സാനി അയ്യപ്പൻ, അവരൊക്കെ വർക്ക് ചെയ്യുന്ന ജിമ്മിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ക്ലാസ്സിൽ നമ്മളുടെ വിജയ് ബാബു സാറിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സെലിബ്രിറ്റി ഒരു കണക്ഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ചെയ്യണം, അത് ജസ്റ്റ് നമ്മളൊരു ക്ലാസ് എടുക്കുന്നു പോകുന്നു അത്രേ ഉള്ളൂ. പക്ഷെ അഭിഷേക് ആയിട്ട് ഞാൻ കണക്ട് ആയ ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു വേവ് ലെങ്ത് ഒരേപോലെയാണ്. എന്നെക്കാട്ടിയും കുറച്ച് 10-20 വയസ്സ് അഭിഷേകിന് പ്രായം ഉണ്ടെങ്കിലും ഐ ആം സ്റ്റിൽ യങ്, യുനോ. ചേട്ടാന്ന് വിളിക്കൂ? ചേട്ടാന്നാണോ വിളിക്കുന്നത്? അല്ല, എനിക്ക് കുഞ്ഞാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും ചേട്ടാന്ന് വിളിക്കുന്നത്.
ഇപ്പൊ ചില അമ്മാവന്മാരൊക്കെ വന്ന് കണ്ടിട്ടില്ലേ, നമ്മളെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചേട്ടാ ചേട്ടാ ഈ വയറ്റിലേക്ക് പോകുന്ന ബസ് എന്ന് പറയുക. ഓക്കെ, ഞാനപ്പം അങ്ങോട്ടേക്ക് മനസ്സിൽ അങ്ങോട്ടേക്ക് വിചാരിക്കും, എന്ത് വിചാരിക്കും, ഓ പാവം മൂത്ത് നരച്ചിട്ടുണ്ടല്ലോ, കുഞ്ഞാവാൻ വേണ്ടി ശ്രമിക്കുക, ആയിക്കോട്ടെ കുഴപ്പമില്ല, നമ്മളെ ചേട്ടാന്നല്ലേ വിളിക്കുന്നുള്ളൂ, വിളിച്ചോട്ടെ. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും എൻ്റെ കസിൻസ് ഒക്കെ വിളിച്ചിട്ട് അങ്കിൾ അങ്കിൾ, ഞാൻ മേലെ ഒരാളെ എന്നെ അങ്കിൾ കാണുന്നു വിളിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയാം. എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്താണെന്നറിയാമോ, എൻ്റെ ബർത്ത്ഡേ. കാരണം ആ സമയത്ത് മാത്രം നെവിൻ എത്ര വയസ്സായി, എത്ര വയസ്സായി, വല്ല കേക്ക് തന്ന അല്ലെങ്കിൽ വല്ല ഗിഫ്റ്റ് എന്തെങ്കിലും തന്നിട്ട് അങ്ങോട്ട് പോയാൽ പോരെ, വയസ്സറിയണം. അതുകൊണ്ട് എനിക്ക് ആ ഒരു സംഭവം മാത്രം എനിക്ക് ഇപ്പൊ പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പൊ എനിക്ക് തീരെ ഇഷ്ടമല്ല. അല്ല, നമ്മൾ ഈ പ്രായമാകുക എന്നുള്ളത് അതൊരു സുനിശ്ചിതമായ ഒരു കാര്യമാണ്. നമ്മളെ ഏജ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിന് ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻസെക്യൂരിറ്റി നെവിന് തരുന്നുണ്ടോ? കാരണം ഏജ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി, ഒരു ഫിയർ എന്തെങ്കിലും ഉള്ളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. കാരണം നമ്മളെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫാഷൻ ഫീൽഡാണ്. നമ്മൾ ലൈം ലൈറ്റിലാണ്. നമ്മളുടെ മുഖം, നമ്മളുടെ ഫീച്ചേഴ്സ്, അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പ്രായമാകുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ നടിമാരൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടില്ല, അവരൊരു ഏജ് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു പഴയ സ്റ്റാർഡം പതുക്കെ ഒരു പതിയെ തുടങ്ങും. പക്ഷെ മറ്റ് പ്രൊഫഷൻസിന് ആ ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നെവിന്? ടു ബി ഓണസ്റ്റ് എനിക്കില്ല. കാരണം പ്രായമാകും തോറും നമ്മൾക്കിങ്ങനെ ഭരിക്കാലോ, നീ അത് ചെയ്യ്, നീ അത് ചെയ്യ്, നമ്മളിങ്ങനെ ഇരുന്നങ്ങോട്ട് പണി ചെയ്താൽ മതി. അതെ അതെ, സീനിയേഴ്സായി അയ്യ ഒന്ന് ചെയ്ത് പഠിക്കുക, പൈസ വേണം പൈസ ഇല്ലാതെ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആ ഒരു അഭിനയം ആ സംഭവമല്ലല്ലോ. കാരണം ഈവൻ ഞാനൊരു മോഡൽ ആയിരുന്നെങ്കിൽ മേ ബി എനിക്ക് ആ ഒരു കൺസേൺ ഉണ്ടായേനെ. ഇത് മോഡൽസിനെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ആള് എന്തിനാ, പ്രായമായാലും എന്ത്, പ്രായം ആയില്ലെങ്കിൽ എന്താ, ഇറ്റ്സ് അവരെങ്ങനെ ട്രെയിൻ ചെയ്യുന്നു, ഔട്ട്പുട്ട് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം, അല്ലേ? അതെ അതെ, ആണോ? ആണ്. നെവിൻ ലൈംലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണ്. പക്ഷെ കുട്ടിക്കാലത്ത് പൂച്ചയെ പോലെ വളരെ മിണ്ടാതിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാള് ലൈംലൈറ്റ് ഇഷ്ടപ്പെടുക, ഒരു സ്റ്റാർ വാല്യൂല് വളരെയധികം സന്തോഷം കട്ടുന്നു, അതെങ്ങനെയാണ് ആ ഒരു മൈൻഡ് സെറ്റിൽ അത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്? പൂച്ചയെ പോലെ പമ്മിയിരുന്നൊരു കുട്ടി. അതായത് എൻ്റെ ഫാദർ എന്ന് പറയുന്ന ഫാദർ, ഇറ്റ്സ് എ വെരി പേഴ്സണൽ തിങ്സ്. ഓക്കെ, ഫാദർ ആൽക്കഹോളിക് പേഴ്സൺ ആയിരുന്നു. എനിക്ക് ഇതുവരെ ആ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ബുള്ളിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാദർ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഫാദർ എന്നെ വേറൊരു ഫാമിലിയിൽ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 6-7 years ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എന്നെ മാറ്റി പഠിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ പാരൻസിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നത്. അപ്പം ഞാൻ ഒരുപാട് ആ ഒരു ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, ഒരു കെയറിങ്, ആ ഒരു സപ്പോർട്ട്, അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വലുതായി വരുന്ന സമയത്ത് ഒരു എയിം എനിക്കുണ്ടായിരുന്നു, ഒരിക്കലും എൻ്റെ ഫാദറിനെ പോലെ ഞാൻ ആവത്തില്ല എന്നുള്ളത്. മേ ബി എനിക്ക് എൻ്റെ ഫാദറായിട്ട് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല. ബിക്കോസ് എനിക്ക് ആ ഒരു ഫാദറായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തത് മേ ബി എനിക്ക് ആ ഒരു ഫീലിംഗ് എനിക്ക് അനുഭവിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഈവൻ ഒരു 2 years എൻ്റെ ഫാദർ മരിച്ചിട്ട് ഞാനൊരു തുള്ളി കണ്ണുനീര് പോലും എനിക്ക് വന്നിട്ടില്ല. കാരണം എനിക്ക് പ്രഹസനം കാണിക്കാൻ വേണമെങ്കിൽ ഐ ഡിഡ്ന്റ് ഫീൽ എനിത്തിങ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കൂടിയൊക്കെ കടന്നു വന്നതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ, ഞാൻ കുറച്ച് ബോസിയാണെന്ന് വെച്ചാൽ ബോസിയാണ്, എന്നാൽ തമാശയാണെന്ന് വെച്ചാൽ തമാശയാണ്.
പക്ഷെ അതുകൊണ്ടായിരിക്കും പെങ്ങള് കുട്ടിക്ക് അച്ഛന്റെ സ്നേഹം കൂടെ കൊടുക്കുന്ന ഒരാങ്ങളായതല്ലേ? അയ്യോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാനങ്ങനെ എനിക്ക് എനിക്ക് സ്നേഹിക്കാൻ അറിയാൻ പാടില്ല. സത്യമായിട്ടും എനിക്ക് സ്നേഹം എന്നുള്ളൊരു സംഭവം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വാല്യൂ എന്താണെന്നും ടു ബി ഓണസ്റ്റ് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്ത് മര്യാദയ്ക്കൊന്നും സംസാരിച്ചിട്ടില്ല. എങ്ങനെ അനിയത്തി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തില്ല അനിയത്തി അനിയത്തി എനിക്കൊരു അതെ അതെ അനിയത്തി എനിക്കൊരു ഷൂസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു കെയർ കിട്ടിയില്ലെങ്കിൽ മതി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക എന്നുള്ളതിലല്ല. ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. എന്നാ മുഖത്തോട് മുഖം നോക്കിയിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ കാരണം പൊട്ടിക്കുക അങ്ങനത്തെ ഒരു സാധനമാണ്. പക്ഷെ സ്നേഹമുണ്ട്. പക്ഷെ എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല, അവൾക്കും പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അത്ര തന്നെ. ഞാനും ഈ ചെറുപ്പത്തില് ബുള്ളിങ് ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ പോലെയല്ല, പണ്ട് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. മെലിഞ്ഞിട്ട് എന്നെ കാണാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പം അന്ന് ഭയങ്കര മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്നെ എല്ലാ കുട്ടികളും കളിയാക്കുമായിരുന്നു. അപ്പൊ പൊതുവേ നമ്മൾ ഈ കുട്ടിക്കാലത്തെ ഈ ബുള്ളിങ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഈ ബുള്ളിങ് പലപ്പോഴും ഏറ്റുവാങ്ങിയോണ്ടായിരിക്കും ഞാൻ ഒരുപാട് ആഹാരം കഴിക്കുകയും ഇപ്പൊ വണ്ണിച്ചിപ്പോ വണ്ണത്തിന്റെ പുറത്തായി. അപ്പം നമ്മളത് ഒരുപാട് മാനസികമായിട്ട് പ്രത്യേകിച്ച് കുട്ടിക്കാലത്തല്ലേ. കാരണം എനിക്ക് എൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ പാരൻസ്, അതായത് നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട്, നിങ്ങൾക്ക് എന്താ പറയുക ജോലിയുണ്ട്, സാഹചര്യങ്ങളുണ്ട്, കാറുണ്ട്, വീടുണ്ട്. ഈവൻ നിങ്ങളുടെ ഒരു പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നിങ്ങളുടെ കുട്ടിക്ക് ആ ഒരു ചെറിയ കുട്ടിക്കാലത്ത് കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവർ വളർന്ന് വലുതായി കഴിയുമ്പം അവരുടെ ആ ഒരു വളർച്ചയിലും അവരുടെ മെൻ്റൽ ഹെൽത്തിലും അത് എഫക്റ്റ് ചെയ്യും. കാരണം എനിക്കങ്ങനെ ഒരുപാടങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് എവിടെയും പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഫാദറിൻ്റെ അടുത്ത് എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിക്ക് കുത്തി കീറാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പം ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യും. അപ്പം ഞാനെല്ലാം ഉള്ളിൽ സപ്രസ് ചെയ്തിട്ടാണ് ഞാൻ ലൈഫ് ഇത്രയും എത്തിച്ചത്. പിന്നെ ഞാൻ മനസ്സിലാക്കി എനിക്കിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ എൻറ്റയർ ഫാമിലി. അപ്പം ഞാൻ ഇതിന് അഗെയിൻസ്റ്റായിട്ട് എൻ്റെ ആ ഒരു ഔട്ട് ഓഫ് ബോക്സ് സംഭവം ഉണ്ടല്ലോ, ഒരു ബോക്സ്, അത് പുറത്ത് വന്നാൽ മാത്രമേ എനിക്കൊരു പുതിയൊരു ലൈഫുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. ഐ മൂവ്ഡ് ഓൺ. ഞാൻ പിന്നെ ഒരാളെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. ഐ സ്റ്റാർട്ടഡ് ടു ഏൺ ഫ്രം മൈ 20 years. ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഐ എം നോട്ട് കമ്മിങ് ഫ്രം ദ വെരി റിച്ച്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പോലുമല്ല. ഐ എം കമ്മിങ് ഫ്രം എ വെരി പുവർ ഫാമിലി. പക്ഷേ അന്ന് ഞാൻ അങ്ങനെ ആയിരുന്നു എന്നുള്ളതിലല്ല കാര്യം. ഇന്ന് ഞാൻ എവിടെ എത്തി എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ മേ ബി എന്നെ പോലുള്ള കുറേ യങ്സ്റ്റേഴ്സിനുള്ളൊരു ഒരു മോട്ടിവേഷൻ ആയിരിക്കാം ഞാൻ. ഓക്കെ ബിക്കോസ് ഞാനിത് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ബിക്കോസ് ദിസ് ഇസ് മൈ ലൈഫ്. അതെ. ഇപ്പൊ എനിക്ക് ഈ കഥ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഡിയർ സിന്ദഗിയിലെ ആലിയ ഭട്ടിനെ എനിക്ക് ഓർമ്മ വരുന്നത്. ഷാറൂഖ് ഖാൻ കൗൺസിലിംഗ് കൊടുത്ത് ആലിയ ഭട്ടിന്റെ ആ പാസ്റ്റിന്, അതിന്റെ ആ ഒരു പാസ്റ്റ് ട്രോമയെ ക്യൂർ ചെയ്യുന്ന ആ ഒരു സീൻസ് ആണ് എനിക്ക് പെട്ടെന്ന് ഈ കഥ കേൾക്കുമ്പോൾ ആ സീൻസ് ഒരിക്കലും എനിക്ക് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ഞാൻ ഓപ്പൺ അപ്പ് ആയിട്ടില്ല. കാരണം എനിക്ക് ഒരാളുടെ സിമ്പതിയുടെ ആവശ്യമില്ല. കാരണം സിമ്പതി നമുക്ക് അയ്യോ പാവം അവരങ്ങനെ പറ്റിയല്ലോ 2 ദിവസം പറയും, 3-ാമത്തെ ദിവസം എന്താ അവർ നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി തരുമോ? ഇല്ല, നമ്മൾ തന്നെ വി ഹാവ് ടു ഫൈൻഡ് അവർ ഓപ്പർച്യൂണിറ്റി. അതിന് നമ്മളിങ്ങനെ കരഞ്ഞു പിടിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെ ആയെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഓക്കെ, നമ്മളുടെ ഉള്ളിൽ എന്തും ഉണ്ടായിക്കോട്ടെ, ബട്ട് പുറത്ത് നമ്മൾ എങ്ങനെ നമ്മളുടെ ക്വാളിറ്റി, നമ്മളുടെ ആ ഒരു കഴിവിനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ലൈഫ് വെച്ചിട്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് തോന്നിയിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചിലപ്പം വീഡിയോ
ചെയ്ത് നടക്കുന്നുണ്ട്. അങ്ങനെ കുറെ കമന്റ് ഒക്കെ എനിക്ക് വരാറുണ്ട്. അത് ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് അല്ല, ഞാൻ വീഡിയോസ് കാണുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ നാഗദേവിയൊക്കെ ഉള്ള നാഗദേവിയുടെ ആ ഒരു ഇതൊക്കെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ മോഡേൺ യക്ഷി, അതൊക്കെ കണ്ടല്ലേ, പിന്നെ മോഡേൺ യക്ഷി, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ എന്റെ ഓൺ ക്രിയേഷൻ ആണ്. ഇവൻ മറ്റേ വേലക്കാരിയൊക്കെ കാരണം ആ ഒരു ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ക്രിയേറ്റീവ് ആണെന്നുള്ളത് പറയുന്നത്. നമ്മളിപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിവ് തരുന്നുണ്ട്, പക്ഷേ നമുക്ക് ഈ അറിവിലൂടെയാണ് നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റും ഉണരുന്നത്. ഈ എഡ്യൂക്കേഷൻ എങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ കാര്യം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ഇടുന്നു, നമുക്ക് ആ ഒരു അറിവുണ്ടായിട്ടാണ് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മളെ ബ്രെയിൻ തുറക്കുന്നത്. അപ്പോൾ നിവിൻ അതിലാണ് നിവിൻ്റെ സോൺ എന്ന് പറയുന്നത്. അതിൽ നിവിൻ ആക്റ്റീവാണ്. പക്ഷേ ആൾക്കാരിങ്ങനെ പലതും പറയും ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഇടുന്നതിനെ കുറിച്ച്. അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. പലർക്കും എന്താ പറയാ അറിയില്ല. ഇവൻ അഭിഷേക് ആണെന്നുണ്ടെങ്കിൽ അഭിഷേക് ഓൺലി ആ മേക്കപ്പ് ഇട്ട് പൈസ വാങ്ങിക്കുന്നുള്ള അങ്ങനത്തെ കമന്റ് ആണ് വരുന്നത്. പക്ഷെ അല്ല, അഭിഷേക് എല്ലാ ദിവസവും അഭിഷേകോ ഒരു 11 o'clock മുതൽ ഒരു 5:30 വരെ ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇരുന്ന് കുത്തിയിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ആസ് എ സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. എനിക്ക് ചില സമയങ്ങളിൽ വെള്ളി വീഴും. ഓക്കെ, ദിസ് ഈസ് മീ. ഓക്കെ, അഭിഷേക് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. പക്ഷെ പുറത്തുനിന്ന് കാണുന്നവര് എന്താ പറയുന്നത്, അവൻ 2 ക്രീമും ഭാര്യ പൊത്തിയിട്ട് പൈസ വാങ്ങിക്കുന്നത് എന്തൊരു സുഖമാണ് അവൻ്റെ ലൈഫ്. പക്ഷെ എനിക്കറിയാം, കാരണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അഭിഷേക് ഈവനിങ്ങിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയം പെർട്ടിക്കുലർ സമയം മാറ്റി വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈവൻ പേഴ്സണൽ ആ ഒരു പാഷനും അതുപോലെ തന്നെ പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഭിഷേക്. കാരണം എവിടെയൊക്കെ എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും കറക്റ്റ് സമയത്ത്, ഇവൻ മൂന്നാറാണെങ്കിലും വാഗമണ്ണോ എവിടെ ആയിക്കോട്ടെ, ഇവൻ ഒരു കൊക്കയിൽ വീണിട്ടാണെങ്കിൽ പോലും ലാപ്ടോപ്പ് കൈ പിടിച്ചിട്ട് കാരണം മാസം പൈസ കിട്ടും, ഇതിനെക്കാട്ടിയും കൂടുതൽ പൈസ കിട്ടും, കൊളാബിനെക്കാട്ടിയും കൂടുതൽ പൈസ കിട്ടും. പക്ഷെ എന്നാലും ഹിസ് മാനേജിങ് വെൽ. പിന്നെ എന്നെ അഭിഷേകിന് പോലും അറിയാൻ പാടില്ലായിരുന്നു ഞാൻ എന്താന്നുള്ളത്. ഈ റീസെന്റ് എന്തോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നീ ഇതായിരുന്നു എന്നൊക്കെ ചോദിച്ചത്. ലൈക്ക് ഞാന് ബേസിക്കലി ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഞാൻ ഗ്രാജുവേറ്റഡ് ആണ് ഇന്റീരിയർ ഡിസൈനിങ്. പിന്നെ അതിനുശേഷം ഞാൻ ഫർണിച്ചർ ഡിസൈനിൽ ഞാൻ ഡിപ്ലോമ, അത് കുറച്ചുകൂടിയിട്ട് ഒരു ജിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ NIDയിൽ ട്രൈ ചെയ്തു. 2023 NIDയിൽ ട്രൈ ചെയ്തു. 2 ഇത് വയ്ക്കാം, നമുക്ക് സബ്ജക്റ്റുകൾ വയ്ക്കാം NIDയിൽ, കാരണം അത്രയും വലിയ എക്സാം അല്ലേ. അപ്പം ഞാൻ ഇന്റീരിയർ ഡിസൈനർ, കാരണം ഞാൻ ഇന്റീരിയർ ഡിസൈനറാണല്ലോ, പോരാത്തിന് എനിക്ക് എൻ്റെ കയ്യിലൊരു ഡിപ്ലോമയും കിടക്കുന്നുണ്ടല്ലോ. ഞാൻ വലിയ അഹങ്കാരത്തോടൊക്കെ ചെന്നിട്ട് അങ്ങോട്ടേക്ക് NID എഴുതി. വേറെ സെക്കൻഡ് സബ്ജക്റ്റ് വെച്ചത് ഞാൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് ആക്സസറീസ് ഡിസൈൻ ആയിരുന്നു. അതിലെനിക്ക് റാങ്ക് കിട്ടി. ഞാൻ അഹമ്മദാബാദ് വരെ പോയി, ഞാൻ ഇന്റർവ്യൂവിന് ഞാൻ പോയി. ഇറ്റ്സ് ഓക്കെ, നിർഭാഗ്യവശാൽ ഒരു റാങ്കിന് ഞാൻ പോയി. ഞാൻ 7th റാങ്ക് വരെ ഞാൻ എത്തിയതാ. ഓൾ ഇന്ത്യ, കേരള അല്ല, എറണാകുളം അല്ല, അങ്ങനെയല്ലല്ലോ, എറണാകുളം അല്ല, കേരള അല്ല, ഓൾ ഇന്ത്യ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വരുന്നത്. ഒരു ഫാഷൻ ഒരു തോട്ട് എനിക്ക് വരുന്നത് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് ചെറുതായിട്ടൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഇത്രയും 3 ഇൻ്റർവ്യൂ വരെയൊക്കെ എത്തിയിട്ട്, കാരണം അത് ഭയങ്കര കുറച്ച് ടഫല്ലേ, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള IIT എന്ന് പറയുന്ന പോലെ തന്നെ NID. അപ്പോൾ പക്ഷെ ഞാൻ പിന്നെ അതിനൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റാക്കി എടുത്തു. കാരണം നമ്മൾ അവിടെ പഠിച്ചു എന്നുള്ളതിലല്ല കാര്യം, ഞാൻ അവിടെ എത്തിയോ, ഞാൻ അവിടെ ഇന്റർവ്യൂ പാനലിൽ ചെന്നിട്ട് 2 വാക്ക് അവരുടെ അടുത്ത് പറഞ്ഞോ, ദാറ്റ്സ് ഇറ്റ്. ഐ പ്രൂവ്ഡ് എനിക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പം അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എനിക്ക്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. NIDയിൽ എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ സത്യം പറയാൻ എന്റെ ലൈം ലൈറ്റ്, എന്റെ സെൽഫി എടുക്കാനുള്ള എന്റെ പിള്ളേരെ ആരും ഉണ്ടാവില്ലായിരുന്നു. ഓ മൈ
ഗോഡ് അതാണ് സത്യം ഓരോ കേട്ടോ അത്. കാര്യവും നടക്കുന്നതിന് അല്ല അതിൻ്റെതായിട്ടുള്ള അല്ല റീസൺ ഉണ്ട്. സത്യമാണ്, എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു റീസൺ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചില സമയങ്ങളിൽ ഭയങ്കര ഓവർ മെച്യൂർ ആയിട്ടൊക്കെ ആയിട്ട് സംസാരിച്ചൊന്നിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. പക്ഷെ ഇതാണ് നല്ലത്, ഇങ്ങനെ ഇങ്ങനെ അങ്ങ് സാധാരണ രീതിയിൽ കാഷ്വലായിട്ട് ഇങ്ങനെ അങ്ങ് സംസാരിക്കുന്നത് നല്ലത്. അതെ. അത്രേ ഉള്ളൂ. ഇപ്പൊ ജാൻമണി ഉണ്ടല്ലോ, ജാൻമണിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് ജാൻമണിയുടെ ആ തുറന്നുള്ള ചിരിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ മീഡിയക്കാർ ഓരോ ചോദ്യമൊക്കെ ചോദിക്കുമ്പം അതിൽ ജാൻമണി കൊടുക്കുന്ന കൗണ്ടറൊക്കെ ഉണ്ടല്ലോ. ആള് ശരിക്കും നിങ്ങൾ ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ പുള്ളിക്കാരി ഈ ഒരു ആള് തന്നെയാണ്. അടിപൊളിയാണ് പുള്ളിക്കാരി ഈ ഒരു ചിൽ മോഡ് തന്നെയാണല്ലേ. ഓക്കെ ഓക്കെ. ഞാൻ പറയും ജാൻമണി എനിക്ക് ഒരുപാട് ഞാൻ ഒന്നും ഇല്ലാതിരുന്ന, അതായത് ഞാൻ ആരാണെന്ന് പോലും എനിക്ക് അറിയാതിരുന്ന ഒരു സമയത്ത് ഷീ ഗേവ് മി അൻ ഓപ്പർച്യൂണിറ്റി. എനിക്ക് ജാൻമണിയുടെ മേക്കപ്പ് ക്ലാസ്സിൽ എന്നെ ആസ് എ ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചു. ഒരു പ്രാവശ്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം അവരുടെ ബാക്കിയുള്ള സെലിബ്രിറ്റീസിൻ്റെ അങ്ങനെ കുറച്ച് സ്റ്റൈലിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ജാൻമണി ഭയങ്കരമായിട്ട് എനിക്ക് വേണ്ടി കരഞ്ഞായിരുന്നു. അപ്പം ഷീസ് വാസ് എ വെരി നൈസ് പേഴ്സൺ. പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ജാൻമണി അത്രത്തോളം എഫേർട്ട് എടുക്കും അല്ലേ, അവരെ അത്രത്തോളം ചേർത്ത് പിടിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവൻ ഞങ്ങള് തമ്മിൽ ചിലപ്പം വഴക്കിടും, ചില സമയത്ത് ബ്ലോക്ക് ചെയ്ത് 2 ദിവസം മാറിയിരിക്കും, ചില സമയത്ത് അഭിഷേകിന് ഇപ്പം ഇനി ഞാൻ തൃശ്ശൂർക്ക് വരുന്ന പ്രശ്നമില്ല. പിന്നെ ബ്ലാക്ക് കളർ DP, ഫീലിംഗ് സാഡ്, പിന്നെ ബാറ്ററി അബൌട്ട് ടു ഡൈ, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 3-5 ദിവസത്തേക്ക് ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഫോൺ സൈലന്റ്. നമുക്ക് അറിയണമല്ലോ, നമുക്ക് വാല്യൂ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് അൺബ്ലോക്ക് അത് സ്വാഭാവികം. അങ്ങനെ ബ്ലോക്കിങ്ങും അൺബ്ലോക്കിങ്ങും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അതിൽ ഫ്രണ്ട്സ് അല്ല. അതെ അതെ, നമ്മൾക്ക് എപ്പോഴും അഭിപ്രായ വ്യത്യാസം വരുമല്ലോ. പിന്നെ ഇതിനെങ്ങനെയാണ് പരിഹരിച്ചെടുക്കുന്നത്, അതിനാരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? മുൻകൈ എടുക്കുന്ന അങ്ങനെ പ്രത്യേകിച്ച് ആരും മുൻകൈ അതിൻ്റെതായിട്ടുള്ള വഴിക്കെല്ലാം പരിഹരിക്കും. അത് പിറ്റേ ദിവസം നമ്മളിപ്പം ഭയങ്കര പൊരിഞ്ഞ അടിയൊക്കെ ആണെങ്കിൽ, ഇപ്പം ഞാനും അഭിഷേകൊക്കെ ഭയങ്കര അടിയായിരിക്കും. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വിളിക്കും, ഹലോ ഓക്കെ നീ ഇന്ന് വരുന്നുണ്ടോ, ഓക്കെ ശരി. അപ്പം ആ 15 മിനിറ്റ് കൊണ്ട് അത് തീർന്നു. പിന്നെ നമ്മൾ ആ സമയത്ത് എന്തിനാ വഴക്കിട്ടതെന്ന് പറഞ്ഞ അങ്ങനെ ആവുന്നു. അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒരുപാട് നാൾ അങ്ങനെ കൊണ്ടുനടക്കാത്ത ആളാണ്. ഒരിക്കലുമില്ല. ഞാനല്ലേ ഞാനങ്ങനെ വഴക്കൊന്നും, പക്ഷെ വഴക്കിടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പൊരിഞ്ഞ വഴക്ക് ചിലപ്പോ ഞാൻ തന്നെ എന്നെ കത്തിച്ചു കളയുന്നൊക്കെ പറയും. ഞാൻ മര്യാദക്ക് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ചാടും, മര്യാദക്ക് എനിക്ക് ഈ സാധനം എനിക്ക് ഇവിടെ ഇപ്പൊ കിട്ടണം അങ്ങനെയൊക്കെ പറയും. പക്ഷെ കുറച്ച് നേരം അടങ്ങും, കുറച്ചു നേരം കഴിയുമ്പോൾ അടങ്ങ്, ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. വേണ്ട, ഒരുപാട് അങ്ങോട്ടേക്ക് ഓവർ ആവല്ലേ, ഒരു പട്ടിക്കുഞ്ഞും തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറ്റില്ല. കുറച്ചു നേരം അവിടെ പോയിട്ട് ഇരുന്ന് 2 മിനിറ്റ് ശ്വാസം എടുക്കും, ശ്വാസം വിടും, ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്ക് ടു നോർമൽ, അത്രേ ഉള്ളൂ. അതെ, നമ്മളിപ്പം എല്ലാ റിലേഷൻഷിപ്പിലും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് പരസ്പര ബഹുമാനമാണല്ലോ. ഇപ്പം ആ ഒരു ബഹുമാനം ഇല്ലാതെ ആവുമ്പോഴാണ് അതിനകത്ത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും വലിയ വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നതും. അങ്ങനെ പരസ്പരം ബഹുമാനമില്ലാത്ത റിലേഷൻഷിപ്പിൽ നിവിൻ അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഒരു ഭാഗമാകേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ പരസ്പര ബഹുമാനം ഇല്ലാതെ വരുമ്പോൾ നെവിൻ്റെതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്? അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുകയാണോ ചെയ്യുന്നത്, അതോ? ഞാൻ ഇഗ്നോർ ചെയ്ത് വിടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഞാൻ ഓൾറെഡി വന്നത് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരു ടോക്സിക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്. അപ്പോൾ പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം എത്രത്തോളം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അത് മേ ബി എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിരിക്കാം. കാരണം അതൊരു ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സാഹചര്യങ്ങളെ, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അല്ലാതെ നമുക്ക് 2 രീതിയിൽ നമുക്ക് പ്രതികരിക്കാം. ഒന്ന്, ഒരുത്തൻ്റെ തലയ്ക്ക് അടിച്ച് അവിടെ കൊന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. 2, ഒന്ന് വരുന്ന കോൺസിക്വൻസ് നമ്മൾ എന്തായിരിക്കും എന്നുള്ളൊരു രീതിയിലും വേണമെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പോൾ
അങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ഞാൻ തന്നെ മൂവ് ഓൺ ചെയ്യും. കാരണം എൻ്റെ ലൈഫാണല്ലോ, കാരണം എനിക്കൊരു എയിമുണ്ടല്ലോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മൾക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഫ്രീഡം ഉണ്ട്. ഇപ്പം ഞാൻ എന്താ പറയുക, നല്ലൊരു സെയിൻ്റാണ്, ഞാനൊരു നന്മമരമാണെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരും നന്മമരം ആവണം എന്നില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. ചിലവർക്ക് ജസ്റ്റ് ഒന്ന് ഗോസിപ്പ് പറയണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കഴുത്തിറക്കണം. ദാറ്റ്സ് ഓക്കെ, അത് അവരുടെ സന്തോഷമാണ്, അവർ ചെയ്തോട്ടെ, നോ പ്രോബ്ലം, ചെയ്തോളൂ, നോ പ്രോബ്ലം. പക്ഷെ അത് എല്ലാവരെയും നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. സോ ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടറുണ്ട്, ഓരോരോ നേച്ചറുണ്ട്, ഓരോരോ എന്താ പറയുക, ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊരു ഒരു സംഭവമാണ്. ഐ ഡു റെസ്പെക്ട് ദാറ്റ്. പക്ഷെ എനിക്ക് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് അവിടെ കടിച്ചു തൂങ്ങി കിടക്കണം. ദാറ്റ്സ് ഇറ്റ്, ഐ മൂവ് ഓൺ. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത്. ഈവൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും, ഐ മീൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സാഹചര്യം ആണെങ്കിൽ പോലും ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ഈവൻ നമ്മളെ കളിയാക്കുമല്ലോ, ബിക്കോസ് ഞാൻ കുറച്ച് എന്താ പറയുക, പെഡിക്യൂർ മാനിക്യൂർ എനിക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അത് എൻ്റെ ഒരു നേച്ചറാണ്. ചിലപ്പോൾ അതിനവര് കളിയാക്കും. ആ സമയത്ത് ഡെഫിനറ്റ്ലി ഇതേപോലെ ഒന്നും ചിന്തിക്കാനായിട്ടുള്ള ബോധമില്ല, ആ സമയത്തില്ല, വിഷമാണ്. പക്ഷെ ഇപ്പം ഞാൻ ഈ വരുന്ന എന്താ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ തലമുറകളടുത്തൊക്കെ ഞാൻ പറയും, ഗൈസ്, ബോയ്സ്, ഇഫ് യു വാണ്ട് ടു വെയർ ഹീൽസ്, വെയർ ഇറ്റ്. ഇഫ് യു വാണ്ട് ടു പിങ്ക് കളർ ഡ്രസ്സ് ധരിക്കണോ, ധരിക്കൂ, നോ പ്രോബ്ലം. കാരണം ഈ ഒരു നമ്മള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലല്ലല്ലോ ജീവിക്കുന്നത്. ഇവൻ എൻ്റെ സിസ്റ്ററിന്റെ അടുത്ത് പറയാറുണ്ട്, ഇൻ കേസ് നീ എങ്ങാലും കല്യാണം കഴിക്കാൻ പോവാന്നുണ്ടെങ്കിൽ 10 പൈസ ഞാൻ തരത്തില്ല. കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എനിക്ക്, നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നിനക്ക്. ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു അനിയത്തി കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക. അവള് ചോദിച്ചത് എൻ്റെ അടുത്ത് കിയയുടെ കാറാണ്. അയ്യോ, അതോ 1-2 അല്ല, ഏതാ കാർണിവല്. അതിനെക്കാട്ടിയും ഭേദം ഞാൻ അവളെ കല്യാണത്തിന് കൊറോണ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ നല്ലത്. പിന്നെ ഞാൻ വേറൊരു ഉപദേശം കൂടി പറഞ്ഞു, ജീവിതമാണ് ഓക്കെ, മേ ബി കല്യാണം കഴിക്കുമ്പോഴത്തേക്കായിരിക്കാം മറ്റേ ശരിക്കുള്ള സ്വഭാവമൊക്കെ പുറത്ത് വരുന്നത്. ആരായിട്ടും ഞാൻ കുറെ നാൾക്ക് മുന്നേ പറഞ്ഞ കേട്ടോ. അപ്പം ചിലപ്പം മേ ബി യു വിൽ ഗെറ്റ് ഡിവോഴ്സ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഒരിക്കലും അവിടെ പോയിസൺ വാങ്ങിക്കണൊക്കെ തൂങ്ങിച്ച് അവനെ നടക്കണ്ട, നേരെ വീട്ടിലേക്ക് വരൂ. എന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇരുന്നിട്ട് നമുക്ക് ഞങ്ങളുടെ കുറെ സീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയില്ല, ഞാൻ പ്രമോഷൻ ആയിപ്പം പറയില്ല. എനിക്ക് ആ സീരിയൽ കാണാണ്ട് എനിക്ക് ഇറങ്ങത്തില്ല ഫുഡ് രാവിലെ. ഞാൻ സീരിയലൊക്കെ കാണാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല രസമല്ലേ. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്നെ ഏതെങ്കിലും ഒരു സീരിയലിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു വില്ലൻ ക്യാരക്ടറായ. അല്ല, ആ സീരിയലിലെ കോണ്ടന്റ് തിരുത്താൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്തോ? ഞാനോ? സീരിയലിന്റെയോ? അല്ല, ഇപ്പൊ സീരിയലിൽ പൊതുവെ ടോക്സിക് ആയിട്ടുള്ള ചില കണ്ടന്റ്സ് ഒക്കെ വരുമല്ലോ. അതായത് മറ്റേ പാവം പിടിച്ച മോള്, വില്ലത്തിയായ അമ്മായിമ്മ, ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ. ഈ ടെംപ്ലേറ്റിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ശ്രമം നടത്തോ? വേണമെന്നുണ്ടെങ്കിൽ എന്റെ സ്ഥിരം സാധനം അൾട്രാ മോഡേൺ അമ്മായിയമ്മ. മോളെ, നീ 3 മണി കഴിയാണ്ട് ഈ വീട്ടിലേക്ക് പാടി കയറിപ്പോയത്, കിട്ടുന്നതൊക്കെ വാരി വലിച്ചോണ്ട് നീ അടിച്ചേക്കണം, കേട്ടല്ലോ. ഈവനിങ്ങില് പാർട്ടിക്ക് പോ, ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പാർട്ടിക്ക് പോ. എന്തിനാ, ഞങ്ങൾ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യട്ടെ. അങ്ങനെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അടക്കാം. എനിക്കതൊക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ ടോക്സിക് എന്ന് പറയുന്നത് ഞാൻ അതിന് അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ സീരിയൽ കാണും. പൊതുവെ സീരിയൽ കാണുന്നത് എന്തോ ഒരു മോശം കാര്യമായിട്ട് സൊസൈറ്റിക്ക്, എല്ലാവരും സീരിയൽ കാണും, പക്ഷെ സീരിയൽ കാണുന്ന കാര്യം തുറന്നു പറയാൻ എല്ലാവർക്കും ചെറിയൊരു മടിയാ. ആണോ? അതെനിക്ക് തോന്നണം അവർ ഇതുവരെ വളർന്നിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും, ബുദ്ധി കൊണ്ട്. എനിക്കറിയില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക്
സീരിയൽ ഇഷ്ടം അല്ല എന്നുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സീരിയൽ കണ്ടന്റ്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഇപ്പോഴും ഉണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ സീരിയലിൽ ജസ്റ്റ് നമ്മൾ എങ്ങനെയാണെന്നറിയാമോ അതിലേക്ക് വീഴുന്നത്? നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്നിങ്ങനെ കാണുമ്പോൾ മമ്മി അവിടെ ഇരുന്ന സീരിയൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കേൾക്കാണ്, അമ്മേ പറ്റുന്നില്ല, എൻ്റെ സുഖമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെവി കോർക്കും. പിന്നെ അങ്ങോട്ടേക്ക് ആ മൊബൈൽ വാങ്ങിച്ച് പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇടുന്നത് അങ്ങനെ ആയി പോകുന്നതാ. അല്ലാതെ അമ്മ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? പാവം അമ്മയാണോ? മമ്മി ഭയങ്കര പാവാണ്. മമ്മിക്ക് അങ്ങനെ ഞാൻ കുറച്ച് വയലന്റ് ആയതുകൊണ്ടായിരിക്കാം. വയലന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും, അങ്ങനെയാണോ? ഞാനാണോ? ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്. കാരണം കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ ഞാനല്ലേ. സാമ്പത്തികമായ റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഈ ദേഷ്യമൊക്കെ വരുന്നത്, അങ്ങനെയാണോ? അതെ അതെ അതെ, സത്യമായിട്ടും അതെ. പൈസയാണ് ഞാനിപ്പം എൻ്റെ പ്രണയിനി ഇപ്പം ക്യാഷാണ്. എനിക്ക് ഇപ്പം എല്ലാ മനുഷ്യർക്കും വേണ്ടത് എന്താണ്? പൈസ ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് ഉണ്ട്. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എത്ര സങ്കടം ഉണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിൽ വിത്തിൻ ഒരു പൈസ തരൂ, ഞാൻ സന്തോഷിക്കട്ടെ. അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പലരും ഈ ഞാൻ സ്ട്രഗിൾ ചെയ്തത് സാമ്പത്തിക ബാധ്യത വരുമ്പോഴാണ്, എല്ലാം നമ്മളെ തോളിലാവുമ്പോഴാണ് എന്നെ ഒരുപാട് എന്നെ എൻ്റെ ടാലന്റ്, എൻ്റെ ഒരു എന്താ പറയുക സ്കിൽ പലരും എന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എ പെർട്ടിക്കുലർ ഒരു പോയിന്റ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ആ ഒരു പേഴ്സണൽ സാധനങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഈവൻ യു ഡൂയിങ് ആങ്കറിങ് ആൻഡ് ഐ വാസ് ഓൾസോ ആൻ ആങ്കർ. നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഈവൻ എന്തും ഞാൻ പല പല മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ എല്ലാം എല്ലാവരും അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എത്ര ടാലൻറ്റോടെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എനിക്ക് ബിക്കോസ് യു ആർ ന്യൂ കമർ. നമ്മൾ ന്യൂ കമർ അങ്ങനെയല്ല നമ്മൾ ഒരാൾക്കൊരു ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടത്. അവർക്ക് ചിലപ്പോൾ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളിനെക്കാട്ടിയും ഏറ്റവും ബെറ്റർ ആയിട്ടായിരിക്കും ഒരു ന്യൂ കമർ ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ്. അപ്പം നമ്മൾ ആ ഒരു ജോലിക്കുള്ള പേയ്മെന്റ് കൊടുക്കണം. അത് കൊടുത്തേ പറ്റുള്ളൂ. ഇവൻ എൻ്റെ ഫാഷൻ കൊറിയോഗ്രാഫി ഞാൻ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന ആ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഞാൻ പേയ്മെന്റ് കൊടുത്തിട്ട് ഞാൻ ആ ഒരു വർക്ക് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. കാരണം എനിക്കറിയാം ക്യാഷിൻ്റെ പൈസയുടെ വില എന്താണെന്നുള്ളത് എനിക്കറിയാം. അതുപോലെ തന്നെ ഞാൻ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആയിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയും ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നതായിരിക്കാം. മനസ്സിലായില്ലേ? ഞാനൊരു പേ ബാക്ക് ചെയ്യേണ്ട ഒരു സമയം എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഐ വോണ്ട് ക്യാഷ്. അതേപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ളവർക്കും എനിക്ക് കിട്ടുന്ന സെയിം ആ ഒരു ഇത് കിട്ടണം. അല്ലാതെ അത് ഞാൻ മാത്രമല്ല, ഇൻഡസ്ട്രിയിൽ ഏത് ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും അത് മസ്റ്റാണ്. കാരണം ആണോ പെണ്ണോ മറ്റേ ക്യൂർ പേഴ്സണോ അതൊന്നും അല്ല വിഷയം. പണിയെടുക്കുന്നു, പൈസ, ദാറ്റ്സ് ഇറ്റ്. നത്തിങ് ഈസ് ഫ്രീ. ഞാൻ പഠിച്ചത് പൈസ കൊടുത്തിട്ടാണ്. പൈസ ഈവൻ എഡ്യൂക്കേഷൻ പോലും പൈസ കൊടുത്താലേ കിട്ടുന്നുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ചെയ്യുന്ന വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഞാൻ പേയ്മെന്റിലാണ് വർക്ക് ചെയ്തില്ല. ഞാൻ തീരുമാനിച്ച കാര്യമാണ്. ഇപ്പോ ഈ സെമിനാറിൽ പോയി പഠിക്കുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ, അതെന്താണ്? ഈ ആ ഒരു മതത്തിനോടുള്ള താല്പര്യം കൊണ്ടായിരുന്നോ? ഒരു ദൈവവിളി അങ്ങനെ എന്തെങ്കിലും? അല്ല, എനിക്ക് ഞാൻ ഇത്ര നാളും കള്ളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് ദൈവം വിളിച്ചുകൊണ്ടാണ് ഞാൻ സെമിനാരിയിൽ പോയതെന്ന്. സെമിനാരിൽ ഞാൻ പോകാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫാമിലി അങ്ങനത്തെ ഒരു എനിക്കൊരു പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുള്ള ഒരു ഫാമിലി ആയിരുന്നില്ല. പക്ഷെ എനിക്ക്
പഠിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു സേഫ് സോണാണ് സെമിനാരി. അതാകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് അച്ഛന്മാരുടെ അടുത്ത് കമ്പനി അടിച്ച് നടക്കാം. പിന്നെ ഞാൻ പോയത് ഒബ്ലേസ് ഓഫ് സെയിൻറ്റ് ജോസഫ് സെമിനാരി, കൊടുങ്ങല്ലൂർ. അച്ഛാ ക്ഷമിക്കണം. ഓക്കെ. അവിടെ ചെന്നപ്പോ ഒരു ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം തോന്നി? ഞാൻ അവരെയും കൂടി നശിപ്പിച്ചു. അതാണ് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ഒരു സങ്കടമായിട്ടുള്ള കാര്യം. ഞാൻ എൻ്റെ ബാച്ചിലുണ്ടല്ലോ 21 പേരുണ്ടായിരുന്നു, ഒരാൾ പോലും അച്ഛനായില്ല. ഞാനായിരുന്നു 21 ആയിട്ട് ചെന്നത് ഞാനായിരുന്നു. അവരെ എല്ലാവരും നശിപ്പിച്ച് കയ്യിലെടുത്തത്. ഒരാൾ പോലും അച്ഛനാവാത്ത കഷ്ടമായി പോയി. അവർക്കിപ്പോ എന്താ ചെയ്യുന്നത്? അവരിപ്പം കുട്ടികളുടെ അച്ഛനുണ്ട്, വേറെ പല പല ജോലിയൊക്കെ ചെയ്ത് പല ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയാ, എല്ലാവരും ഭയങ്കര ചിൽജിൽ. ഇപ്പം ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരിക്കും, ഞാൻ ആ ലോഹയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിന്നാണ്. പക്ഷെ ഒരിക്കലും അവിടെയുള്ള ഫാദേഴ്സിന് തന്നെ അറിയായിരുന്നു ഞാൻ കുറച്ച് റബ്ബർ പന്തായിരുന്നു അവിടെ എത്തിയപ്പം. കാരണം ഇത്രയും ജീവിത സാഹചര്യങ്ങളിൽ കൂടിയിട്ട് വന്നതല്ലേ. പിന്നെ ഈ സെമിനാരിൽ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ എനിക്കൊരു എൻ്റെ ഫാദറിൻ്റെ മദറിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇടി കൂത്ത സാധനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ചില്ലായിട്ടാട്ടോ പറയുന്നത്. കാരണം എനിക്കിങ്ങനെ പറയാൻ അറിയില്ല. അപ്പം ഐ വെന്റ് ടു ഓഫനേജ്, ഓബ്ലേറ്റ്സ് ഓഫ് അതും സെയിൻറ്റ് ജോസഫ് ഓഫനേജിൽ ഞാൻ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈവൻ ഫാദർ ആൻഡ് മദർ ഉണ്ടായിട്ട് പോലും ഐ വെന്റ്. പിന്നെ എൻ്റെ സിസ്റ്ററും അതേപോലെ തന്നെ ഓഫനേജിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യങ്ങൾ ഒക്കെ ഞാൻ ചിന്തിക്കുന്നത് ഒരിക്കലും എനിക്ക് സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല പറയുന്നത്. ഐ വാസ് മോൾഡിങ്, ലൈക്ക് നമ്മളിങ്ങനെ ഗോൾഡൊക്കെ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ചെടുക്കത്തില്ലേ, അതേപോലെ ആ ഒരു ഒറ്റപ്പെടൽ. അതെ ഒറ്റപ്പെടൽ. പിന്നെ അവിടെ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ, നല്ല അനുഭവങ്ങൾ, നല്ല എന്താ പറയുക, എഡ്യൂക്കേഷൻ എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ പഠിച്ചത് സാധാരണ ഞാൻ പല സ്കൂളിലാണ് പഠിച്ചത്. അതായത് കാലിക്കറ്റ്, ഇടുക്കി. ഇനിയിപ്പം ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും എന്താണെന്നാവും, എനിക്ക് എല്ലാ ജില്ലകളിലും പോയിട്ട് റിബൺ കട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ പല സ്കൂളുകളിലാണ് പഠിച്ചത്. അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ഇത്രയും ഒരു ലൈം ലൈറ്റ് നിൽക്കുക, ഇപ്പോൾ ഇനാഗുറേഷന് വിളിക്കുക, ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉണ്ടാവുക. ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലൈഫിൽ ഒരു സ്റ്റേജിലൊരു ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പം ഈ ഒരു ലൈം ലൈറ്റ് നിൽക്കുമ്പോഴും ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുമ്പോഴും നമുക്ക് എപ്പോഴും ഏകാന്തതയ്ക്കും ഒറ്റപ്പെടലിനൊക്കെ നമ്മളുടേതായിട്ടുള്ള ഒരു ഡെഫിനിഷൻ കാണുമായിരിക്കും. ചിലവർക്ക് ഒറ്റപ്പെടൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പം ഞാൻ എന്നെ അത്രയധികം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് മൈസെൽഫ്. എനിക്ക് ഭാര്യ വേണ്ട, കുട്ടികൾ വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, കല്യാണം കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ കഴിക്കാം, കഴിക്കാണ്ടിരിക്കാം. അല്ലെങ്കിൽ പ്രേമിക്കുന്നവർക്ക് വേണമെങ്കിൽ പ്രേമിക്കാം, പ്രേമിക്കാണ്ടിരിക്കാം. ഇറ്റ്സ് ഡിപ്പെൻസ്, അത് അവരുടെയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത് എൻ്റെ കരിയറിലാണ്. ഓക്കെ, എനിക്കൊരു കുറച്ചുകൂടിയിട്ടൊരു ബെറ്റർ കരിയർ ഐ എം എക്സ്പെക്ടിങ്. പിന്നെ ഇന്റീരിയർ ഡിസൈനിങ് ഉണ്ടല്ലോ, നമുക്ക് 2 ചിറകുകളുണ്ടല്ലോ. പക്ഷികൾക്ക് ഒരുപാട് ചിറകുകൾ. അല്ലല്ല, എനിക്കിനി വയ്യ, എനിക്ക് 2 ചിറകുകൾ മതി. ബാക്കിയെല്ലാം ഒരു സപ്പോർട്ടിങ് സിസ്റ്റം. കാരണം അതാണ് ദൈവം എല്ലാവർക്കും ഒരേപോലെ കഴിവ്, അങ്ങനെ എല്ലാം ഒരുമിച്ച് ഒരേ രീതി കൊടുത്താലുള്ള പ്രശ്നം അതാണ്. കൺഫ്യൂഷൻ. നമ്മളിങ്ങനെ ഇട്ടാവട്ട ചുറ്റത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു കഴിവ്, കർത്താവ് എനിക്ക് ഒരു കഴിവ് അത് മാത്രം ഫോക്കസ് ചെയ്താൽ തരുമ്പോഴത്തേക്ക് എല്ലാം കൂടി ഒരുമിച്ച്. പൈസ ആണെങ്കിൽ പൈസ, ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യം, കഴിവാണെങ്കിൽ കഴിവ്. സത്യം, ശരിയല്ല ഞാൻ പറഞ്ഞത്? പൈസ ഉള്ളവർക്കാണെങ്കിൽ കൊടുത്തോ, നിനക്ക് ഇഷ്ടം പോലെ പൈസ എടുത്തോ, പിടിച്ചോ. കഴിവാണെങ്കിൽ നീ എടുത്തോ. കൊച്ചേരി ഒന്ന് ചിന്തിക്കാൻ പാടില്ലായിരുന്നു കർത്താവേ, നിനക്ക് അളന്ന് തൂക്കി ഓക്കെ നീ ഇതിൽ ശോഭിച്ചാ മതി. അതെ, ഇപ്പം ഞാൻ ഇത്രയും കൊടുത്ത് പഠിച്ചതല്ല എൻ്റെ ഇന്റീരിയർ ഡിസൈനിങ്. സോ ഐ ആം കുറച്ച് ബിൽഡിംഗ് ഒക്കെ പണിത് ഇങ്ങനെയൊക്കെ ഇരിക്കാം. പക്ഷെ അത് ഒരിക്കലും എനിക്ക് ലൈം ലൈറ്റ് കിട്ടത്തില്ല. പക്ഷെ ലൈം ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചിറക്. ഏതാ, ഫാഷൻ കൊറിയോഗ്രാഫി. സോ അപ്പൊ എനിക്ക് 2 വിങ്സും
ഒരുമിച്ച് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ബിക്കോസ് എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു ഡിസൈൻ അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. നിവിൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ നിവിനുമായിട്ടുള്ള സംസാരം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. മാത്രമല്ല നിവിൻ വളരെ കൂളാണ്. ഇങ്ങനെ കൂളായിട്ടിരുന്ന ഇങ്ങനെ കാര്യങ്ങൾ പറയാന്നുള്ളത് തന്നെ നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഒന്നും പറ്റത്തില്ലല്ലോ. എനിക്ക് പൊതുവെ എനിക്ക് സങ്കടങ്ങൾ അങ്ങനെ ടെൻഷനും സ്ട്രെസ്സും ഒന്നും അങ്ങനെ വരുന്ന ഒരാളൊന്നും അല്ല. ഇല്ല, ഞാൻ സങ്കടം വരും എനിക്ക് കാരണം ഞാൻ മനുഷ്യനാണല്ലോ. സങ്കടം വന്നില്ലെങ്കിൽ പിന്നെ അവരെ മനുഷ്യനെന്ന് ഗണത്തിൽ കൂട്ടാൻ പറ്റത്തില്ല, വെറും മൃഗം. പക്ഷെ എനിക്ക് ഐ നോ ഹൗ ടു കൺട്രോൾ മൈ ഇമോഷൻസ്. ചിലപ്പോൾ ഒരാൾ കരഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവരൊരിക്കലും ഒരു സ്ട്രോങ് അല്ലാത്തൊരു വ്യക്തി ആവുന്നില്ല, ശരിയല്ലേ? ഒരാള് കരയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അവര് ഒരു എന്താ പറയാ കരിങ്കല്ലാണ് നെഞ്ചിലൊന്നും പറയാൻ പറ്റത്തില്ല. ശരിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പഠിച്ചു കഴിഞ്ഞു. കാരണം ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഏനോ അതായത് ഒരു ഗൃഹനാഥൻ, ഞാൻ പണ്ടല്ലേ ഗൃഹനാഥൻ, അതെ, അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്നെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് എന്താണ് ഹോപ്പ്, ശരിയല്ലേ? അപ്പം കരയാതിരിക്കാൻ ഞാൻ പഠിച്ചു. അഭിനയമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതൊക്കെ എൻ്റെതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. ബോറടിപ്പിക്കുന്നില്ലല്ലോ? ഓക്കെ, ഇതൊക്കെ എൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഓക്കെ, പിന്നെ വേറെന്താ? അതെ, ഏതായാലും നല്ലൊരു ടോക്കായിരുന്നു നവീൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നവീൻ കരിയറിൽ വലിയൊരു സക്സസ് ഉണ്ടാവട്ടെ. എനിക്ക് ഇനിയും വേണം. ഞാനൊരു സത്യം പറഞ്ഞാൽ ഒന്നും എത്തിയില്ല. എനിക്ക് ഇനിയും വേണം. ഐ വോണ്ട് മോർ. കാരണം എൻ്റെ ഈ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയാനായിട്ടുള്ളത്, നിങ്ങൾ സ്വപ്നം കാണണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അബ്ദുൽ കലാമൊക്കെ ഇങ്ങനെ പറയത്തില്ലേ, നിങ്ങൾ സ്വപ്നം കാണും, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്നുള്ളത്. ഞാൻ എനിക്ക് തന്നെ ഞാൻ ചെയ്തൊരു ടെക്നിക്കാണ്. നിങ്ങൾക്കൊരു ഫാഷൻ കൊറിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം വേണം എന്നുണ്ടെങ്കിൽ യു ആക്ട് ലൈക്ക് എ ഫാഷൻ കൊറിയോഗ്രാഫർ. കാരണം ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു കാര്യമില്ല, വെറുതെ ഫാഷൻ കാണാനൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. ബട്ട് ഐ ഡ്രസ് ലൈക്ക് ഫാഷൻ, അത് ഇത് പുതിയ ജിൽ സാധനങ്ങൾ, എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ആക്ട് ചെയ്ത് തുടങ്ങി. അതായത് ഞാനൊരു ഫാഷൻ കൊറിയോഗ്രാഫറാണ് എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഡ്രസ്സിങ് അപ്പിയറൻസിൽ മാറ്റം വരുമ്പോൾ തന്നെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മളൊക്കെ ഫാഷൻ കൊറിയോഗ്രാഫറാണ്, വി ഹാവ് ടു ബിഹേവ് ലൈക്ക് പ്രോപ്പർ ഫാഷൻ കൊറിയോഗ്രാഫർ എന്നുള്ളൊരു സംഭവം വരും. അങ്ങനെ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ഓക്കെ. അപ്പം അതിനുള്ളൊരു ഞാനൊരു ചെയ്തൊരു ട്രിക്കായിരുന്നു ഇത്. ഇപ്പഴല്ല കേട്ടോ, ഇപ്പൊ ഞാൻ ശരിക്കും ഫാഷൻ കൊറിയോഗ്രാഫറാണ്. അതെ അതെ, നമുക്ക് പറയാതെ തന്നെ നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. ഏതായാലും നിവിൻ, താങ്ക് യു. ഇനി നമുക്ക് വീണ്ടും കാണണം, കണ്ടുമുട്ടണം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനിയും സംസാരിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷെ നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലമാണ്. എനിക്ക് മനസ്സിലായി. എനിക്ക് ഇപ്പോഴേ ഇങ്ങനെ നന്ദി പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി കാട് കയറി പോയിട്ടുണ്ടോ. അല്ലല്ല, നമുക്ക് ഇനിയും സെഗ്മെന്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പം താങ്ക് യു നിവിൻ, താങ്ക് യു. ഓക്കെ.